Hi friends, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ APK ഫയലുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് നമ്മളെ ഫോണിലോട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയൽ എത്രത്തോളം സെക്യൂർ ആണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു APK ഫയലിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈറസോ അല്ലെങ്കിൽ മാൾ വൈറസുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഒരു അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ 2 APK ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ടും ആണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്, അതായത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു APK ഫയലിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈറസോ മാൾ വൈറസോ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. വൈറസ് ടോട്ടൽ എന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ സെർച്ച് റിസൾട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഫസ്റ്റ് ലിങ്കിലോട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പേജ് ആവും ഓപ്പൺ ആയി വരിക. ഇതിൽ നിങ്ങൾക്ക് കൂടെ മുകളിൽ ഒരു 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഫയൽ, അതുപോലെ URL, അതുപോലെ സെർച്ച് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഈ ഒരു URL എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് ആയി വരുന്നത്, അങ്ങനെ വരുന്ന ലിങ്കുകളൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫ്രോഡ് ലിങ്കുകളൊക്കെയാണോ അല്ലേ എന്നൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെർച്ച് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇതിലിവിടെ URLും അതുപോലെ IP അഡ്രസ്സ്, ഡൊമൈൻ, അതുപോലെ ഫയൽ ആഷ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ഈ ഇത് നോർമലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫയൽ എന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളെ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു 3 ലൈൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഇമേജ് ആണോ, വീഡിയോ ആണോ, ഓഡിയോ ആണോ, ഏത് ഫയലാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് ഡൗൺലോഡ് ചെയ്ത പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗൺലോഡ്സ് എന്ന ഫോൾഡറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത പാട് ഇതുപോലെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ് ഫയലുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 APK ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട്, അപ്പോൾ അത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്പിൻ്റെ APK ഫയലാണ്. അപ്പോൾ രണ്ടും ഒരേ ഫയൽ തന്നെയാണ്, പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമ്പ്യൂട്ടിംഗ് ഹാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെർസെൻറ്റേജ് റൺ ആവുന്നത് കാണാം. അപ്പോൾ ഇതിവിടെ ഒരു 100% ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് 100% ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രീൻ ടിക്കിലാണ് ഇതിലുള്ള കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അതായത് ഇതിലിപ്പോൾ യാതൊരു രീതിയിലുള്ള മാൾ വൈറസോ ഒന്നും ഡിറ്റക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗ്രീൻ ടിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗ്രീൻ ടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത മറ്റൊരു ഫയൽ കൂടി ഉണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ബാക്കിലോട്ട് വരികയാണ്. ചൂസ് ഫയലിലോട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു ഫയൽസിലോട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ മറ്റേ ആ ഒരു APK ഫയൽ കൂടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ എല്ലാം ഗ്രീൻ ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു റെഡ് ആയിട്ടൊരു റിസ്ക് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വൈറസോ മാൾ വൈറസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിറ്റക്റ്റ് ആവുന്നതാവും റെഡ് കളറിൽ. അപ്പോൾ ഈ ഒരു റെഡ് കളർ ഇപ്പോൾ ഇതിൽ ഒന്നേ ഉള്ളൂ. ചില സമയത്ത് ഒന്നിൽ കൂടുതൽ 1, 2, 3, 4, 5, 6 ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവൻ ഒന്നാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയുള്ള APK ഫയൽ അവോയ്ഡ് ചെയ്യുക. വേറെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഒക്കെ കംപ്ലീറ്റ് ഗ്രീൻ ടിക്ക് ആണെങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുക.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പേഴ്സണലി പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാറ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.